അഹങ്കാരിയായ ആനയും ബുദ്ധിമാനായ ഉറുമ്പും. കുഞ്ഞുമക്കളെ, നമുക്കിന്നൊരു അഹങ്കാരിയായ ആനയുടെയും ബുദ്ധിമാനായ ഉറുമ്പിന്റെയും കഥ കേട്ടാലോ? പണ്ട് പച്ചപ്പ് നിറഞ്ഞൊരു വനത്തിൽ ഗജേന്ദ്രൻ എന്ന ഒരു ആനയുണ്ടായിരുന്നു. അവൻ തന്റെ ശക്തിക്ക് പേര് കേട്ടവനായിരുന്നു. മാത്രമല്ല അവന്റെ കോപത്തിനും. ഗജേന്ദ്രൻ കോപിച്ചാൽ മരങ്ങൾ പിഴുതെറിയുകയും കൂടുകൾ നശിപ്പിക്കുകയും ചെറിയ ചെറിയ മൃഗങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യും. അവന്റെ കോപം ഭയന്നാണ് വനത്തിലുള്ള ജീവികൾ ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ ഗജേന്ദ്രൻ നദിക്കരയിലൂടെ നടക്കുമ്പോൾ അബദ്ധത്തിൽ ഒരു ഉറുമ്പൻ കുന്നിൻ മുകളിൽ ചവിട്ടി. ഉള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ ഉറുമ്പുകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. ചിക്കു എന്ന ധീരനായ ഒരു ഉറുമ്പ് ഗജേന്ദ്രന്റെ കാലിൽ കയറി. "ആരാണ് എന്റെ മേൽ കയറാൻ ധൈര്യപ്പെട്ടത്?" ഗജേന്ദ്രൻ കോപത്തോടെ കാല് കുലുക്കി അലറി. എന്നാൽ ചിക്കു മുറുകെ പിടിച്ച് ശാന്തമായി പറഞ്ഞു, "ശക്തനായ ഗജേന്ദ്ര, നിന്റെ ശക്തി ശ്രദ്ധേയമാണ്. പക്ഷേ നിന്റെ കോപം നിന്നെ അന്ധനാക്കുന്നു. ചുറ്റും നോക്കൂ, കാട് വിറയ്ക്കുന്നത് നിന്റെ ശക്തിയിലല്ല, നിന്റെ രോക്ഷത്തിലാണ്." ഗജേന്ദ്രൻ പരിഹസിച്ചു ചിരിച്ചു. "നിന്നെപ്പോലെ ഒരു ചെറിയ ഉറുമ്പ് എന്നെ എന്തു പഠിപ്പിക്കും?" അവൻ അലറി. ചിക്കു മറുപടി നൽകി, "വലിയവരും അറിയണം തങ്ങളുടെ കോപം എത്ര ഹാനികരമാണെന്ന്. ഞാൻ കാണിച്ചു തരാം." അങ്ങനെ പറഞ്ഞ് ചിക്കു ഗജേന്ദ്രന്റെ ചെവിയിൽ കയറി ചെറുതായി കടിച്ചു. കഠിന വേദന അനുഭവപ്പെട്ട ഗജേന്ദ്രൻ കാഹളം മുഴക്കാനും ക്രോധത്തോടെ തല കുലുക്കാനും തുടങ്ങി. "മതി മതി, ഞാൻ വഴങ്ങുന്നു," ഗജേന്ദ്രൻ നിലവിളിച്ചു. ചിക്കു ചെവിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, "ഹി ഹി ഹി, ഇപ്പൊ മനസ്സിലായോ ആര് വലുത് ആര് ചെറുത് എന്നൊന്നുമല്ല. നീ നിന്റെ ശക്തിയിൽ അഹങ്കരിക്കാതിരിക്കൂ, മറിച്ച് അതിന്റെ ഉപയോഗം നല്ലതിനായി വിനിയോഗിക്കൂ. നിന്റെ ശക്തിയെ നന്മയിലേക്ക് നയിക്കൂ. കാട് നിന്നെ അഭിനന്ദിക്കും." ഗജേന്ദ്രൻ ആഴത്തിൽ ചിന്തിച്ചു. അവന് അവന്റെ തെറ്റ് മനസ്സിലായി. അന്നു മുതൽ അവൻ തന്റെ കോപം നിയന്ത്രിച്ചു. വനത്തിലുള്ള ജീവികളെ സഹായിക്കാൻ തന്റെ ശക്തി അവൻ ഉപയോഗിച്ചു. ഗജേന്ദ്രൻ എല്ലാവർക്കും പ്രിയങ്കരനായി.